കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം ഈ വിശുദ്ധ ദിവസത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ മാത്യൂസ് ജോർജ് അവരുകൾ, തൻ്റെ കുടുംബം, അതുപോലെ ഞാൻ സ്നേഹവും ബന്ധവും നമ്മെ പുലർത്തുന്ന ചില കുടുംബങ്ങൾ ഇവിടെയുണ്ട്. എബി ബ്രദർ കുടുംബം, അതുപോലെ തന്നെ കവൻട്രിയിൽ നിന്ന് കടന്നു വന്ന ജോൺലി, ജിബിൻ, സാംജിത്ത് കുടുംബം, എല്ലാവരോടും ചേർന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഗോഡനും ജിറ്റിയും കേറ്റലിനോടും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ ജീവിതത്തിൽ ഒരു അവസരം കൂടെ ദൈവം നൽകിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്തേക്ക് കടന്നു വരുവാനും ഈ കൂട്ടായ്മയിൽ വന്ന് സംബന്ധിപ്പാനും കഴിഞ്ഞ ദിനങ്ങളിൽ ദൈവം എനിക്കിടയാക്കി. ദൈവം അനുവദിച്ചാൽ ഈ 14-ാം തീയതി ഞാൻ മടങ്ങി നാട്ടിലേക്ക് കടന്നു പോകുന്നു. ഈ സഭയുടെ പ്രത്യേകമായി ഞങ്ങളുടെ കൂട്ടായ്മയോട് ഞങ്ങളോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും നന്ദിയോടെ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഈ കൂട്ടായ്മയിൽ വളരെ സ്നേഹത്തോടെ എന്നെ ക്ഷണിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത ഈ സഭയുടെ എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ സമയോചിതമായി ഒരു വചനം വായിച്ച് ചില ആലോചനകൾ പങ്കുവച്ച് ഇരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഇന്ന് രാത്രിയിൽ നാം ആയിരിക്കുന്നത് ഈ വർഷത്തിൻ്റെ ഒടുവിലത്തെ ആരാധനയിൽ നിന്നെല്ലാം ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നു. സംഭവബഹുലമായൊരു കാലമാണ് നമ്മുടെ മുൻപിൽ കടന്നു പോയത്. ഇനിയും വരുന്ന ദിവസങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും വചനങ്ങളും നമുക്കുണ്ട്. അതിൽ നമുക്ക് നിലനിൽക്കാം. ദൈവം നമ്മെ അതിനായിട്ട് ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാരംഭമായി ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഞാൻ തന്നെ വായിക്കുന്നു. നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്തതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകൾ നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. നിൻ്റെ ദൈവമായ യഹോവയെ നീ മറക്കാതിരിപ്പാനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവൻ്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അലക്ഷ്യമാക്കാതിരിപ്പാനും നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിൻ്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നുമേറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിൻ്റെ ഹൃദയം നിഗളിക്കാതിരിപ്പാനും നിന്നെ അടിമ വീടായ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുകയും അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാത്ത വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരമായ മരുഭൂമിയിൽ കൂടെ നിന്നെ കൊണ്ടുവരികയും തീക്കൽ പാറയിൽ നിന്ന് നിനക്ക് കുടിപ്പാൻ വെള്ളവും പുറപ്പെടുവിക്കുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിൻ്റെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് പോഷിക്കുകയും ചെയ്ത നിൻ്റെ ദൈവമായ യഹോവയെ നീ മറക്കരുത്. ഇന്ന് രാത്രിയിൽ അതിൻ്റെ സന്ദർഭത്തെക്കുറിച്ച് ഒന്ന് ഓർപ്പിച്ചിട്ട് ഇരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇത് നമുക്കറിയാം. ഇസ്രായേൽ മക്കൾ 40 സംവത്സരകാലം അവർ മരുഭൂമിയിൽ കൂടെ നടന്നു വന്ന് അവർ കനാനിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ആ സമയം മോശ മുഖാന്തരം അവർക്ക് കൊടുത്ത ഒരു സന്ദേശമാണ് നമ്മളിവിടെ വായിച്ച് കേൾക്കുന്നത്. ഇവിടെ വായിക്കുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കണം, നിങ്ങൾ വർദ്ധിക്കണം, നിങ്ങളുടെ അവകാശങ്ങളെ നിങ്ങൾ കൈവശമാക്കിക്കൊള്ളണം. ഈ ദേശം ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തതാണ്. കനാനിലേക്ക് ചെല്ലുമ്പോൾ അവിടെ സ്തോത്രം വലിയ പാലും തേനും ഒഴുകുന്ന ദേശമെന്നാണ് ആ ദേശത്തെക്കുറിച്ച് പറയുന്നത്. അത് നിങ്ങൾ ചെന്ന് അവകാശമാക്കാൻ പോയി. പക്ഷേ ഈ മരുഭൂമിയിലെ യാത്ര ഇന്ന് തീരുകയാണ്. അപ്പോൾ തുടർന്ന് മോശയാണ് അവർക്ക് ഈ നിർദ്ദേശങ്ങൾ നൽകുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ പരമപ്രധാനമായ ജനത്തെക്കുറിച്ചുള്ള ഉദ്ദേശമെന്ന് പറയുന്നത് അവർ ദേശത്ത് ദൈവത്തിൻ്റെ ജനമായി ജീവിച്ചിരിക്കണം, അവർ എല്ലാ നിലയിലും വർദ്ധിച്ചു വരണം. അതുമാത്രമല്ല അവർ അവകാശങ്ങളൊക്കെ അവർ കൈവശമാക്കുന്നവരായി മാറണമെന്ന് ദൈവത്തിൻ്റെ ഹിതമാണ്. അപ്പോൾ മോശ പറയുന്നു, ഇത് നിങ്ങൾ ചെയ്യണമെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ കടന്നു പോകുന്നിടത്ത് നിങ്ങൾ യുദ്ധം ചെയ്ത് നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ വചനം നിമിത്തം ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് ആ ജാതികളുടെ മുൻപിൽ നിങ്ങൾ ചില അവകാശങ്ങളെ കൈവശമാക്കുന്നവരായി മാറാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്ന അനുഗ്രഹ വാക്കുകളോടെ മോശ പറയുന്ന ഒരു പ്രസംഗമാണ്, അഥവാ ഒരു സന്ദേശമാണ് നാം ഇവിടെ വായിച്ച് കേൾക്കപ്പെട്ടത്. അപ്പോൾ അവരോട് പറയുന്നു, നിങ്ങൾ ഈ ദേശത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ച് അവിടെ ഒന്ന് നമ്മൾ വായിച്ചു. 10-ാം വാക്യത്തിൽ നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം, ദൈവത്തെ നിങ്ങൾ മറക്കരുത്, അവൻ്റെ കൽപ്പനകൾ നിങ്ങൾ പ്രമാണിക്കണം, നിങ്ങളുടെ സമ്പത്തിൻ്റെയും മറ്റും ആധിക്യം നിമിത്തം നിങ്ങളുടെ ഹൃദയം നിഗളിക്കുകയും ചെയ്യരുത്
എന്ന് അവരോട് പറയുകയാണ്. കാരണം ഈ മരുഭൂമിയിൽ കൂടെ നിങ്ങളെ നടത്തിയപ്പോൾ 40 സംവത്സരം നിങ്ങളെ കൊണ്ടുവന്ന വിധങ്ങൾ നിങ്ങൾ ഓർക്കണം. അവിടെ നമുക്കറിയാം, മരുഭൂമിയെക്കുറിച്ച് നമുക്കറിയാം. അവിടെ വെള്ളമില്ല, വരൾച്ച നിറഞ്ഞതാണ്. അതുപോലെ തന്നെ അഗ്നിസർപ്പങ്ങളും തേളും ഉള്ള ദേശത്തൂടെയാണ് നിങ്ങൾ വന്നത്. പക്ഷേ ഈ 40 സംവത്സരം നിങ്ങളെ നടത്തിയ നിങ്ങളുടെ ദൈവം എപ്രകാരം നിങ്ങളെ കൊണ്ടുവന്നെന്ന് ഓർത്ത് നിങ്ങളെപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. ഇന്ന് പകൽ നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുതിയ നിയമ ഇസ്രായേലാകുന്ന നമുക്കും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ വർദ്ധിക്കണം, നമ്മൾ ജീവിച്ചിരിക്കണം, നമ്മൾ അവകാശങ്ങളെ കൈവശമാക്കിയിരിക്കുന്നവരായി മാറണം. പുതിയ നിയമത്തിൽ കർത്താവ്, വീണ്ടെടുപ്പുകാരനായ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് യോഹന്നാൻ 10 അധ്യായം 10 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനായി പിശാച് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവനുണ്ടാകുവാൻ അത്ര വന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ മേഖലയിലും നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവ് നമുക്ക് സമൃദ്ധി നൽകുവാനാണ് വന്നത്. പക്ഷേ നമ്മൾക്ക് എഫെസ്യ ലേഖനം 1:3 വായിക്കുന്നു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ നിറച്ചിരിക്കുന്ന നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ജനമേ, ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടെ 40 സംവത്സരം അവരെ നടത്തിയതുപോലെ നാമും അതിൻ്റെ ആ സന്ദർഭങ്ങളെ വിട്ട് ഇന്ന് പകൽ ഇവിടെ ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷം മാത്രമല്ല, നമ്മളുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ, ജനനം മുതൽ ഇതുവരെയും നമ്മെ താങ്ങി നടത്തിയ ദൈവത്തിൻ്റെ വിധങ്ങളെ ഓർത്താൽ നമുക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഒരുപക്ഷെ മരുഭൂമിയുടെ അനുഭവങ്ങൾ കൂടെ ആയിരിക്കാം നാം കടന്നു വന്നത്. എന്നാൽ ആ മരുഭൂമിയിലും മന്ന ഒരുക്കി നമ്മെ ശ്രേഷ്ഠതയോടെ നടത്തിയ കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങൾ ഒരിക്കലും നാം മറന്നു പോകരുത്. അങ്ങനെയെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ വർദ്ധിച്ചു വരണം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ജനമേ പറയട്ടെ, കഴിഞ്ഞ വർഷങ്ങളിൽ കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ നമ്മൾ ജീവിച്ചിരിക്കാൻ കഴിയാതെ, ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം, മരണത്തെ അഭിമുഖീകരിച്ച പല സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നിങ്ങൾ ജീവിച്ചിരിക്കത്തില്ല, നിങ്ങളുടെ ജീവനെതിരായി പോരാടി നിന്ന ഇരുട്ടിൻ്റെ അധികാരങ്ങളുടെ മേൽ പിശാച് ജയമെടുക്കാതെ നമ്മെ കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഓർക്കുമ്പോൾ ഇന്ന് നമുക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ നമുക്കറിയാം, ഏലിയാവിൻ്റെ ജീവനെതിരായി ഇസബേൽ 24 മണിക്കൂർ സമയം കൊടുക്കുമ്പോൾ ഏലിയാവ് പോലും ഭയപ്പെട്ട് ഒളിച്ചിരിക്കുമ്പോൾ ഏലിയാവിനെ പുറത്തു കൊണ്ടുവന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒതുക്കിക്കളയും, ഗുഹാമുഖത്ത് നശിപ്പിച്ചു കളയുമെന്ന് പോർവിളി നടത്തിയ ഇരുട്ടിൻ്റെ അധികാരങ്ങൾ നിങ്ങളെ വർധനവ് നൽകി ജീവിച്ചിരിക്കുവാൻ ഇന്ന് പകൽ അവസരം നൽകിയ ദൈവത്തെ ആത്മാർത്ഥമായി സ്തുതിച്ച് മഹത്വപ്പെടുത്തണം. അങ്ങനെയെങ്കിൽ പറയട്ടെ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെ താക്കോൽ നമ്മുടെ കർത്താവിൻ്റെ കയ്യിലാണ്. രോഗത്തിനോ മരണത്തിനോ ദുഃഖത്തിനോ ഏത് അന്ധകാര ശക്തിക്കും കീഴ്പ്പെടുത്താൻ കഴിയാത്ത ഒരു ദൈവശക്തി നമ്മുടെ മേലുണ്ടെന്ന് തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയെങ്കിൽ മരണത്തിൻ്റെ പോർവിളികളുടെ മുൻപിൽ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ദൈവം അറിയാതെ നിങ്ങളുടെ തലയിൽ ഒരു മുടി പോലും കൊഴിഞ്ഞു പോകത്തില്ല. ദൈവത്തിൻ്റെ ഇംഗിതം നിറവേറാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. അങ്ങനെയെങ്കിൽ പുതിയ വർഷത്തിലേക്ക് കാൽ വയ്ക്കുമ്പോൾ ഇസ്രായേൽ മക്കളോട് ദൈവം മോശ പറഞ്ഞതുപോലെ ഇന്ന് പകൽ ദൈവാത്മാവ് നമ്മോട് പറയുന്നു, സ്തോത്രത്തോടെ നീ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമെങ്കിൽ, ദൈവത്തിൻ്റെ കൽപ്പന നീ പ്രമാണിക്കുമെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നെങ്കിൽ ഈ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാവും. യുഗങ്ങളുടെ പാറയായി ക്രിസ്തുവിൽ നിന്നെ പണിഞ്ഞിരിക്കുന്നെങ്കിൽ ഒരു രോഗത്തിനോ അന്ധകാര ശക്തിക്കോ നിന്റെ ജീവനെ തൊടാൻ കഴിയത്തില്ലെന്ന് ഇന്ന് പകൽ ചിലരോടായി ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുക. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? കരങ്ങളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ കാര്യം പറയുന്നത്, നിങ്ങൾ വർദ്ധിക്കണം. ദൈവത്തിൻ്റെ ജനമേ, നാം വർദ്ധിക്കാൻ തടസ്സമായി നിൽക്കുന്ന നമ്മുടെ ആത്മീയ വർധന, നമ്മുടെ ഭൗതിക വർധന, നമ്മുടെ ശാരീരിക ബലത്തിൻ്റെ വർധന, ഇതൊക്കെ നഷ്ടപ്പെടുത്തി നിന്ന മണ്ഡലങ്ങളിൽ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കാൻ പോവുക. എത്ര പേരൊന്ന് വിശ്വസിക്കുന്നുണ്ട്? ഒരുപക്ഷേ സമൃദ്ധിയുടെ അനുഭവങ്ങളായിരിക്കത്തില്ല 2026 നമ്മെ കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ പ്രതികൂലങ്ങളുടെ പ്രശ്നങ്ങളുടെ ഒക്കെ വർഷമായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ എന്നെയും നിങ്ങളെ വഴി നടത്തുന്നെങ്കിൽ എൻ്റെയും നിങ്ങളുടെ വർധനവ് തടസ്സമായി വ്യാപരിക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ അധികാരങ്ങളുമേൽ നാം ഒരുമിച്ച് ജയമെടുക്കാൻ പോവുകയാണ്. യെശയ്യാവ് 43:1 മുതൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, നിന്റെ വീണ്ടെടുപ്പുകാരനായ യാക്കോബേ, നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ സ്തോത്രം വെള്ളത്തിൽ കൂടെ
കടക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ആമേൻ. നീ നദികൾ കൂടെ കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയത്തില്ല. ആമേൻ. നീ തീയിൽ കൂടെ നടന്നാൽ നീ വെന്തു പോകത്തില്ല. ഇന്ന് പകൽ കാരണം എന്തെന്നറിയാമോ? അവനെ വീണ്ടെടുത്ത ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ അങ്ങനെയെങ്കിൽ ആ നല്ല ഇടയനായ കർത്താവ് തൻ്റെ ജീവനെ നൽകി വിലയ്ക്ക് വാങ്ങിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മൾക്കെതിരായി നിൽക്കുന്ന, നമ്മുടെ വർധനവയ്ക്കെതിരായി, നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള ഗതിവിധികൾക്ക് വിരോധമായി നിൽക്കുന്ന ഇരുട്ടിൻ്റെ അധികാരങ്ങളിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ജനം ഒരുമിച്ച് ശക്തമായി ആത്മബലത്തോടെ മുന്നേറുന്നെങ്കിൽ നിങ്ങളുടെ വർധനവിനെതിരായി വ്യാപരിക്കുന്ന പോരുകളെ ഇന്ന് പകൽ ദൈവാത്മാവ് അഴിച്ചു മാറ്റാൻ പോവുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതുപോലെ തന്നെ ദൈവസഭയുടെ ആത്മാക്കളുടെ വർധനയ്ക്കെതിരായി കഴിഞ്ഞ നാളുകളിൽ മറയുയർത്തിയ ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ തകരാൻ പോവുകയാണ്. സമാധാന സുവിശേഷം നിന്റെ കാലിൻ്റെ ചെരുപ്പാണെങ്കിൽ ആ ചെരുപ്പ് നീ ഉണ്ടെങ്കിൽ നിനക്ക് സമാധാനം മാത്രമല്ല, നീ കാൽ ചവിട്ടുന്നിടത്ത് ചില സമാധാനം തരാൻ പോവുക. ദൈവമക്കൾ കടന്നു ചെല്ലുന്നിടത്ത്, പ്രാർത്ഥിക്കുന്നിടത്ത്, ആരാധിക്കുന്നിടത്ത് ചില വിടുതൽ ദൈവം ചെയ്യാൻ പോവുക. എന്ന് പകൽ സഭയുടെ വർധനയുടെ വർഷമായി 2026 മാറുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറയുമ്പോൾ എത്ര പേർക്ക് ആത്മീയൻ പറയാൻ കഴിയും? നിനക്കെതിരായി, ഇതിൻ്റെ സഭയ്ക്കെതിരായി നിന്ന് പോരിടുന്ന ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളുടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ പോയി ആ ബന്ധങ്ങളെ വിഭാഗിക്കുവാൻ അഭിഷേകം നിന്റെ കാലിലുണ്ട് നിന്ന് പകൽ ദൈവാത്മാവ് ദൂത് പറയുന്നു. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? ഞാൻ ചവിട്ടുന്ന ഇടം, കാൽ ചവിട്ടുന്ന ഇടം, ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ഇതിനകത്ത് വന്ന് മുട്ടുമടക്കും, എന്നെ ദൈവം വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. എത്ര പേരിന്ന് വിശ്വസിക്കുന്നുണ്ട്? തലമുറകളെ മുൻപോട്ട് വിടാതെ വ്യാപരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ ഇന്ന് പകൽ ജയമെടുക്കണം. ഹല്ലേലൂയ. എന്താണ് ഫറവോൻ പറയുന്നു, മുതിർന്നവരൊക്കെ പോയി ദൈവത്തെ ആരാധിക്കണം, തലമുറകൾ ഇവിടെ നിൽക്കട്ടെ. ഇന്ന് പകൽ ഈ ദേശത്തിൻ്റെ ശക്തി പറയുന്നു, ഒറ്റ തലമുറയെ മുൻപോട്ട് വിടാതെ വണ്ണം കെട്ടി നിർത്തുന്ന ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളിൽ ഇന്ന് പകൽ എന്നെ നിങ്ങളെ വർദ്ധിപ്പിക്കുവാൻ കഴിവുള്ള ദൈവം പറയുന്നു. ഒരു കുളമ്പ് പോലും പിന്നിൽ ശേഷിക്കാതെ ദൈവത്തിന് വെളിപ്പെടാൻ പോവുക. തലമുറയെക്കുറിച്ച് കരയുന്ന ചിലരോട് ദൈവാത്മാവ് ദൂത് പറയുക, ഇന്ന് പകൽ നീ സ്തോത്രം ചെയ്യുന്നവനെങ്കിൽ, നീ ആരാധിക്കുന്നെങ്കിൽ നിന്റെ തലമുറയെ വേട്ടയാടുന്ന ദേശത്തിന്റെ അധിപതിയുടെ മേൽ എന്ന് പകൽ ജയമെടുക്കുവാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ആത്മാവിൽ അല്പസമയം ദൈവത്തെ സ്തുതിച്ച് ദൈവജനം ആരാധിക്കട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ജനമേ, നാം വർദ്ധിക്കാൻ പോവുകയാണ്. 3, അവകാശങ്ങളെ കൈവശമാക്കണം. ഇതെല്ലാം അവകാശത്തിന് മേൽ ദുഷ്ടൻ പൊരുന്നിരിക്കുകയല്ലേ? നമ്മളറിയാം, നമ്മൾ എത്രയോ ഇന്ന് പകൽ നാം പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ, നമ്മൾ സന്തോഷത്തോടെ സ്തോത്രം ചെയ്ത് പ്രവേശിക്കുമ്പോൾ എത്രയോ ദുഃഖങ്ങളും നിരാശകളും വേദനകളും അല്ലേ വഴിമുടക്കി നിൽക്കുന്ന ഇരുട്ടിൻ്റെ അധികാരങ്ങളും എൻ്റെയും നിങ്ങളുടെ അവകാശത്തിന് മേൽ പൊരുന്നിരിക്കുന്ന ചില ദുഷ്ട അവകാശങ്ങൾ ഇന്ന് പകൽ ജയമെടുക്കണം. ഗിദെയോൻ പറയുകയാണ്, ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളോടുകൂടി ഉണ്ടെങ്കിലൊക്കെയും ഞങ്ങൾക്ക് സംഭവിക്കുന്നത് എന്തുകൊണ്ട്? ഞങ്ങൾ വിതയ്ക്കുന്നു, പക്ഷേ മിദ്യാന്യർ കൊയ്യുന്നു. ഞങ്ങൾ കേവലം അധ്വാനിക്കുന്നവരായി മാറുന്നു, പക്ഷേ സമ്പത്ത് ഞങ്ങളുടെ അടുക്കൽ വരുന്നില്ല. ഇന്ന് രാത്രി നിന്റെ സമ്പത്തിനെ, നിന്റെ ആരോഗ്യത്തെ, നിന്റെ ഭാവിയെ തടയുന്ന ചില അവകാശങ്ങൾ ഇന്ന് പകൽ ദൈവത്തിന്റെ ജനം ആരാധിച്ച് മുന്നേറുന്നവർ ജയമെടുക്കാൻ പോകുക. വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി ദൈവജനം ഒരുമിച്ച് കർത്താവിനെ അല്പസമയം സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി നമ്മുടെ അവകാശങ്ങളുടെ മേൽ പൊരുന്നിരിക്കുന്ന ദുഷ്ടശക്തിയുടെ മേൽ ജയമെടുക്കണമെങ്കിൽ ഈ രാത്രി ഗിദെയോനെ പോലെ മെതിക്കാൻ തയ്യാറാകണം. ആത്മശക്തിയോടെ ആരാധിക്കാൻ തയ്യാറാകുന്നതിൽ, പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നതിൽ, സ്തോത്രം ചെയ്യാൻ നീ തയ്യാറാകുന്നതിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നമ്മൾ ജീവിച്ചിരിക്കും കേട്ടോ. എത്ര പേരുന്ന് പോലെ ആമേൻ പറയുന്നുണ്ട്? നമ്മൾ വർദ്ധിക്കാൻ പോവുക കേട്ടോ. കേവലം ആൾബലത്തിൽ മാത്രമല്ല, നിന്റെ സമ്പത്തിൻ്റെ മേൽ, നിന്റെ അവകാശത്തിന് മേൽ ഇന്ന് രാത്രി അവകാശം പറയുന്ന ദുഷ്ടപ്പോരുകളുമേ ജയിക്കാൻ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ജനം ആരാധനയ്ക്കായി, പ്രാർത്ഥനയ്ക്കായി, ആത്മാവിൽ അഭിഷേകത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നവരായി മാറുന്നെങ്കിൽ ഇന്ന് പകൽ കാൽവയ്പ്പുകൾ വിജയത്തോടെ നീ ചെയ്യാൻ പോവുക. ഒരുപക്ഷെ നമ്മുടെ മുൻപിലുള്ള കാലങ്ങൾ നമുക്ക് അനുകൂലമായിരിക്കത്തില്ല. നമ്മൾ കേട്ടതുപോലെ ഏറ്റവും വംശീയമായ ഉള്ള ശക്തികൾ വർദ്ധിച്ചു വരികയാണ്. ജാതിയോട് എറുക്കുന്നു, രാജ്യം രാജ്യത്തോട് എറുക്കുന്നു, യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഒടുവിടങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ നടുവിൽ കൂടെയാണ് നാം ജീവിക്കുന്നത് കേട്ടോ. മരുഭൂമിയിൽ കൂടെയാണ് ദൈവജനം പോയത്. പക്ഷേ അവർ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായതുകൊണ്ട് അവരുടെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഇന്ന് പകൽ ആ സാന്നിധ്യത്തിലാണ് നീ മുൻപോട്ട് പോകുന്നെങ്കിൽ ഏത് പ്രതികൂലങ്ങളും നിന്റെ മുൻപിൽ വന്നാൽ ആ പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാൻ നീ ചുമക്കുന്ന പെട്ടകത്തിന്, നീ നിന്റെ ഉള്ളിലുള്ള വചനത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവര് ഒരാമീൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അത് മാത്രമല്ല, നാം വായിക്കുന്നത് പോലെ നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവമക്കളെ,
നമ്മളൊക്കെ പാപത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും കുഴിയിൽ വീണവരായിരുന്നു. പക്ഷേ ആമേ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് ആമേ അനുയോഗ്യമാക്കുവാൻ തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ കൃപ ഇനി കാലം ഏറെയില്ല. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ആമേ ദൈവത്തിൻ്റെ ജനമേ, ഈ ഭൂമിയിൽ നമ്മൾ വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ അവകാശങ്ങളുള്ളവരായി, ദൈവത്തിൻ്റെ അധികാരമുള്ളവരായി മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ ജനമേ നാം വർദ്ധിക്കാൻ പോവുകയാണ്. നാം ദൈവത്തെ സ്തുതിച്ചാരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ ഇനി കാലങ്ങളേറെയില്ല. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ നമുക്ക് പ്രത്യാശയോടുകൂടെ, ധൈര്യത്തോടുകൂടെ, ആത്മബലത്തോടെ മുന്നേറാം. ഈ വചനങ്ങൾ ദൈവം നമ്മെ സഹായിക്കണം. ദൈവം സ്നേഹിക്കുന്നു. പുതുവർഷത്തിലേക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും കർത്താവിൻ്റെ ദാസനും കുടുംബത്തിനും എല്ലാ നൈവക്കൾക്കും നേരുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കും.